ഹലോ, വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 ജൂൺ എക്സാമിന് എഴുതിയിട്ടുള്ള അതുപോലെ തന്നെ ജൂൺ ടൈം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തവരുടെ അസൈൻമെന്റുകളുടെ റിസൾട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ എക്സാമിന്റെ റിസൾട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈം കുറെ കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, റിസൾട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, എന്നാൽ അത് പാസ്സാണോ അതല്ല ഫെയിൽ ആണോ എന്ന് എങ്ങനെയാണ് അറിയുക? അസൈൻമെന്റിനും അതുപോലെ തന്നെ എക്സാമിനും ടേം ആൻഡ് എക്സാമിനും സെപ്പറേറ്റ് ആയിട്ട് പാസ്സാവേണ്ടതുണ്ടോ, അതല്ല രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ പാസ്സാകേണ്ട മാർക്ക് വരേണ്ടത്? അങ്ങനെയുള്ള ഓരോ ഡൗട്ടുകളാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഇഗ്നോയുടെ അസൈൻമെന്റ് അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻ രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾ ഒരു സബ്ജക്റ്റിന് പാസ്സാകണമെന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു സബ്ജക്റ്റിന്റെ എക്സാമിനും ടേം ആൻഡ് എക്സാമിനും അതുപോലെ തന്നെ അതിന്റെ അസൈൻമെന്റിനും ഒരുപോലെ പാസ്സായിരിക്കണം. അതായത് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പാസ്സായെങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിന് പാസ്സായി എന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഗ്രേഡ് കാർഡ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക നോക്കാം. അതിനുവേണ്ടി നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ സ്റ്റുഡന്റ് സർവീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് കാണാം റിസൾട്ട് എന്നുള്ള ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അവിടെ ടേം ആൻഡ് എക്സാമിനേഷൻ റിസൾട്ട്, അതിന് താഴെയായിട്ട് ഗ്രേഡ് കാർഡ് എന്ന് കാണാം. ആ ഒരു ഗ്രേഡ് കാർഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ആദ്യം തന്നെ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോഗ്രാം ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ള പ്രോഗ്രാംസ് ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ അതിൽ ഫോർ അതർ പ്രോഗ്രാം എന്ന് കൊടുക്കുക. ഇതിൽ കൊടുത്തതാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴെ നമ്മുടെ പ്രോഗ്രാമിന്റെ കോഡ് സെലക്ട് ചെയ്യാനുണ്ടാവും. അതിൽ നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരിക്കും. ആ ഒരു പ്രോഗ്രാം കോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക. ആ ഒരു 10 അക്ക നമ്പറാണത്. അതുകൂടി കൊടുത്തിട്ട് സെർച്ച് കൊടുക്കുക. അപ്പൊ ഇത്രയും ആകുമ്പോൾ നമ്മുടെ ഗ്രേഡ് കാർഡ് വന്നിട്ടുണ്ടാകും. മുകളിലായിട്ട് നമ്മുടെ പേരും നമ്മുടെ എൻറോൾമെന്റ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അതിന് മേലെയായിട്ട് നിങ്ങൾക്ക് കാണാം ഓരോ സബ്ജക്റ്റിന്റെ കോഡ് കൊടുത്തിട്ടുണ്ടാകും. അതിന് ഇപ്പുറത്തായിട്ട് അസൈൻമെന്റ് മാർക്ക് കൊടുത്തിട്ടുണ്ടാകും. പിന്നീട് ലാബൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. അതിനും അപ്പുറത്തായിട്ട് നമുക്ക് നമ്മുടെ മാർക്കുകൾ, നമ്മുടെ ടേം ആൻഡ് എക്സാമിന് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത് അത് കൊടുത്തിട്ടുണ്ടാകും. ലാസ്റ്റ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റഡ് എന്നോ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് എന്നുള്ള ഒരു ഭാഗം കൂടി കാണാം. ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നത് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റിന്റെ അസൈൻമെന്റിന്റെ മാർക്കും അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷന്റെ മാർക്കും വന്നിട്ട് നിങ്ങൾ അതിൽ പാസ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റഡ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നത് നമ്മുടെ അസൈൻമെന്റിന്റെ മാർക്കോ അതല്ല എങ്കിൽ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ മാർക്കോ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടില്ലെങ്കിൽ അവിടെ നോട്ട് കംപ്ലീറ്റഡ് എന്നാണ് കാണിക്കുക. ഇനി നമുക്ക് ഇഗ്നോയുടെ പാസിംഗ് മാർക്കുകൾ നോക്കാം. പല തരത്തിലുള്ള കോഴ്സുകളാണുള്ളത്. അതായത് UG പ്രോഗ്രാംസ് ഉണ്ട്, PG പ്രോഗ്രാംസ് ഉണ്ട്, ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോന്നിന്റെയും പാസിംഗ് മാർക്ക് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ പാസിംഗ് മാർക്കും തിയറി പേപ്പേഴ്സിന്റെ പാസിംഗ് മാർക്കും അതും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് UG പ്രോഗ്രാംസിന്റെ പാസിംഗ് മാർക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. UG പ്രോഗ്രാംസിൽ BCA ഒഴികെയുള്ള BAG, BA ഹോണേഴ്സ്, BSc ഒക്കെ പോലെയുള്ള സബ്ജക്റ്റുകളുടെ അസൈൻമെന്റിന്റെ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. അതായത് നമുക്ക് 100 മാർക്കിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അതിൽ 35 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താലാണ് നിങ്ങൾ ആ ഒരു അസൈൻമെന്റിന് പാസ്സാവുന്നത്. തിയറി പേപ്പേഴ്സിന്റെ നോക്കുകയാണെങ്കിൽ അതും 35 തന്നെയാണ്. അതായത് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ 100ൽ 35 മാർക്ക് വാങ്ങിയാലാണ് നിങ്ങൾ പാസ്സാവുക. അത് 50 മാർക്കിലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് എങ്കിൽ അതിൽ 18 മാർക്കാണ് നിങ്ങൾ സ്കോർ ചെയ്യേണ്ടത്. PCAയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ അസൈൻമെന്റിന്റെ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ മാർക്കും രണ്ടും ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. അതായത് നമുക്ക് 40% ഉണ്ടെങ്കിലാണ് നമ്മൾ പാസ്സാവുക. BCA സബ്ജക്ട് എടുക്കുന്ന ഒരാൾക്ക് അസൈൻമെന്റിന് 40%, അതായത് 100ൽ 40 മാർക്കും തിയറി എക്സാമിനും 100ൽ 40 മാർക്ക് ഉണ്ടെങ്കിലാണ് അവർ പാസ്സാവുക. ഇനി അത് 50 മാർക്കിലാണെങ്കിൽ 20 മാർക്ക് ലഭിച്ചാലാണ് പാസ് എന്നുള്ള രീതിയിൽ വരുന്നത്. PG പ്രോഗ്രാംസിനെ നോക്കാം. PG പ്രോഗ്രാമായ MA, MCOM പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് വേണ്ടത് അസൈൻമെന്റിന് 40% മാർക്കാണ്. അതായത് 100ൽ ആണ് നമ്മുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ 40 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. അതിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഫെയിൽ ആണ്. ടേം ആൻഡ് എക്സാമിന്റെ നോക്കുകയാണെങ്കിൽ അതിനും നമുക്ക് 40% വേണ്ടത്. അതായത് 100ലാണെങ്കിൽ 40 മാർക്കും 50ലാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുണ്ടെങ്കിൽ അതിൽ 20 മാർക്കും സ്കോർ ചെയ്യണം. പിന്നെ നമ്മുടെ MBA പ്രോഗ്രാം വരുന്നത് ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. ആ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ സാധാരണയായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ D ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പാസ് എന്ന് പറയുമെങ്കിലും ഒരു C ഗ്രേഡ് ഒക്കെ ലഭിച്ചാലാണ് ശരിയായ രീതിയിൽ നമ്മൾ പാസ് ആവുക. നമ്മുടെ ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ടേം ആൻഡ് എക്സാമിന് എഴുതിയെടുത്ത മാർക്ക് മാത്രമല്ല, അതിന്റെ 70%, ടേം ആൻഡ് എക്സാമിന്റെ 70%, നമ്മുടെ അസൈൻമെന്റിന്റെ 30% കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു മാർക്കാണ്
നമ്മുടെ ശരിയായ ഒരു പാസിംഗ് മാർക്ക് കണക്കാക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ തിയറി എക്സാമിന് 60 മാർക്ക് നേടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റിന് നിങ്ങൾക്ക് 80 മാർക്ക് ഉണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മൾ പാസ്സായിട്ടുള്ള ഒരു മാർക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ നമുക്ക് നമ്മുടെ ഗ്രേഡ് കാർഡിൽ ലാസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു 60 മാർക്കിൻ്റെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ 70%ഉം നമ്മുടെ അസൈൻമെൻറ്റ് മാർക്കിൻ്റെ 30%ഉം ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 42ഉം അസൈൻമെൻറ്റിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 24 മാർക്കുമാണ് ഉണ്ടായിരിക്കുക. ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ള ഒരു മാർക്കാണ്, അതായത് 66 മാർക്കാണ് നമ്മുടെ ശരിയായ ഒരു മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 40%ൽ കൂടുതൽ മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾ പാസ്സായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി നിങ്ങളുടെ കോഴ്സ് പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു കോഴ്സാണ്, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ മനസ്സിലാകുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഗൈഡ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അതായത് നിങ്ങളുടെ പ്രോഗ്രാമിന്റെ പേര് കൊടുക്കുക, അതിനുശേഷം ഗൈഡ് ഫോർ 2025 എന്ന് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഗ്നോയുടെ തന്നെ ആ ഒരു പ്രോഗ്രാം ഗൈഡ് വന്നിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിലെ ഡിസ്ക്രിപ്ഷനിൽ ഓരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ടാകും ഇവാലുവേഷൻ എന്നുള്ള ഭാഗത്ത് അതിൻ്റെ പാസിംഗ് മാർക്ക് എത്രയാണ്, അതിൻ്റെ ഗ്രേഡ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ പാസ്സാണോ ഫെയിൽ ആണോ, എന്താണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഗ്രേഡുകൾ, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുപോലൊക്കെയാണ് ഇഗ്നോയിൽ ഗ്രേഡ് കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ പാസിംഗ് മാർക്കുകളൊക്കെ നോക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലിങ്കും ഇൻസ്റ്റാഗ്രാം ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്